കൺമുൻപിൽ മകൻ പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്നു. അവൾ അലമുറയിട്ട് വിളിച്ചില്ല. അവൾ വീണുപോയില്ല. ഒന്ന് മുഖം തുടച്ചു കൊടുക്കാനോ ഒരിറ്റു വെള്ളം കൊടുക്കാനോ കഴിയാതെ ആ അമ്മ മരിക്കുന്ന തൻ്റെ മകനെയും നോക്കി നിന്നു. തളർന്നു വീഴാതെ, തകർന്നു പോകാതെ. ഉള്ളിലൊരായിരം വട്ടം അവൾ പറഞ്ഞിട്ടുണ്ടാകും, ദൈവമേ, നിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ. ഹൃദയം വാൾ പിളർക്കുന്ന വേദനയിലും അവൾ ആ ക്രൂശിതനെ നോക്കി നിന്നു. ജീവിതത്തിൽ നീ തകർന്നു പോകുമ്പോൾ ആ ക്രൂശിതനെ നോക്കണം. നീ വീണു പോകില്ല. ഒരു ഉയർപ്പ് നിന്നെയും കാത്തിരിക്കുന്നു. വലതുവശത്തെ കള്ളൻ നല്ല കള്ളനായി ഉരുത്തിരിയുന്നത് ഏതെങ്കിലും വെളിപാടിൻ്റെ ബലത്തിലല്ല, സ്വാഭാവിക യുക്തിയുടെ ബലത്തിലാണ്. അയാൾ പറഞ്ഞു, നമ്മൾ ഈ ശിക്ഷയ്ക്ക് അർഹരാണ്, എന്നാൽ ഇവനോ നിരപരാധിയും. അതിനാൽ നീ അവനെ ദുഷിക്കരുത്. അതേ തുടർന്ന് കള്ളൻ ഈശോയോട് നിന്റെ രാജ്യത്തിൽ എന്നെ ഓർമ്മിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. യുക്തിയുടെ പാത കർത്താവിലേക്കുള്ള വഴി തുറക്കാം. വെളിപാടുകളിൽ ദൈവത്തിലേക്കുള്ള സഞ്ചാരം ആരംഭിക്കുന്നവരുണ്ട്. ഇവിടെ നല്ല കള്ളൻ യുക്തി വിചാരത്തിൽ തുടങ്ങി വിശ്വാസം, ഏറ്റുപറച്ചിൽ, പ്രാർത്ഥന എന്നിവയിലേക്ക് പ്രവേശിക്കുന്നു.